അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അപ്പോൾ ഞമ്മക്കിവിടെ സുഖമാണ്. അപ്പം ഇന്നൊരുപാട് പരിപാടികളില്ല ദിവസമാട്ടോ. അപ്പോൾ രാവിലെ ഗ്രീൻ പീസും പുട്ടും ഒക്കെ ആയിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ നേരം വൈകിയാട്ടോ എല്ലാം. അപ്പോൾ ഇന്ന് കുറച്ച് പടുകൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചെങ്ങാണ്ടേ ഒരു വാഴ വെട്ടിയതുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊളിച്ച് അതിൻ്റെ എന്താ അതിന് പറയാ, എന്താ അതിന് പറയാ, ഇണ്ണിത്തണ്ട് അല്ലേ, അതും കുറച്ച് ചീനിയും പിന്നെ അങ്ങനെ പല വകയൊക്കെ പാടിട്ടിട്ട് കുറച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇങ്ങനെയൊന്നും വെക്കൽ തന്നെ അല്ല കേട്ടോ, എപ്പോഴേലൊക്കെ ഉള്ളു വെക്കുക. നമ്മളെ മലപ്പുറം നാട്ടിലത്തെ മാതിരിയൊന്നും ഇവിടെയൊന്നും കറി വെക്കൂലല്ലോ. അപ്പം ഇന്നൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഞായറാഴ്ച അല്ലേ, അപ്പോൾ സ്കൂളിലെ ദിവസങ്ങളിൽ ഇങ്ങനത്തെ ഒന്നും വെക്കൂല. കാര്യം കുട്ടികൾ കൊണ്ടാകാൻ എന്താ അവർക്ക് ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ അതുതന്നെയാണ് ഞങ്ങൾ കൊടുക്കൽ കേട്ടോ. പിന്നെ ഒരു വെപ്പൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അത് ഒന്ന് അരിഞ്ഞ് ഒക്കെ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക. ലൈക്ക് ഇപ്പം തന്നെ തന്നോളൂ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കണ്ടിങ്ങനെ കഴിയുമ്പോഴത്തേനേ അതാണ് മറക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇട്ടുള്ളതുകൊണ്ടു. അപ്പം അങ്ങനെ നമ്മളെ ഇണ്ണിത്തണ്ട്, ഇവിടെ ഇപ്പം എന്താ പറയുക, വേറൊരു പേരാണ്, ഞാൻ മറന്നു. അപ്പോൾ അതരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ നൂലുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ കൈ വെച്ചിങ്ങാണ്ട് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതൊരുമാതിരി ആയിയാണ്ട് ഇങ്ങനെ നൂലായി നിൽക്കും. അപ്പോൾ അതിങ്ങനെ ചുരുട്ടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കയ്യുമ്മ ചുറ്റി വരും. അപ്പോൾ പിന്നെ സുഖമാണ് കേട്ടോ. നമുക്കിത് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിത് കുക്കറിലാണ് കേട്ടോ വേവിച്ചണത്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ എണീക്കാൻ തന്നെ കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതായാലും നൂഹക്കുട്ടി രാവിലെ സ്കൂളുണ്ടെങ്കിലേ നേരത്തെ നീക്കുള്ളൂ. പിന്നെ ഇവൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാനൊക്കെ ചായയും ഒക്കെ കഴിച്ചു ഒക്കെ അറിഞ്ഞാൽ ഭയങ്കര കരച്ചിലും ഒക്കെ ആവും. അപ്പം ഞാൻ കഴിച്ചിട്ടുണ്ടായില്ലേ, നമുക്ക് രണ്ടാൾക്കും ഒപ്പം കഴിക്കാമെന്ന് പറയും. അപ്പോൾ പിന്നെ ഇതടുപ്പത്ത് വെച്ചിട്ട് കുട്ടീനെയൊക്കെ വിളിച്ചുണർത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾക്കില്ല ചായ ഇനി ഇട്ടിട്ട് വേണം, കാര്യം നേരത്തെ ഇട്ടാൽ പിന്നെ തണുക്കൂലേ. അപ്പം അങ്ങനെ അപ്പം ഇതങ്ങോട്ട് അടുപ്പത്ത് വെക്കട്ടെ. പിന്നെ കുറച്ച് മീൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? വോട്ടൊക്കെ പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമൊക്കെ വന്ന് എല്ലാവരും സന്തോഷത്തിൽ തന്നെയല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ ജയിച്ചു, UDF ആണ് ജയിച്ചിരിക്കുന്നത്. അപ്പം ഇനി 5 വർഷം UDF ആയിരിക്കും അല്ലേ. അങ്ങനെ നൂഹക്കുട്ടിക്ക് ചായ ഇടണിയിൽ കുറച്ച് ഹോർലിക്സോ ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ ഇഷ്ടാട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഹോർലിക്സ് കൊടുക്കുന്നത് മറ്റേ കവറിലില്ലതേനു, അത് ഞാനൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിക്കാട്ടോ. ഉറുമ്പാണ്, ഭയങ്കര ഉറുമ്പ് ശല്യമുണ്ട്. അങ്ങനെ നമ്മളെ ഈ കുക്കറിൽ വെച്ചത് വേവിച്ചിട്ട് ഞാനിക്ക് നമുക്ക് കുറച്ച് അരപ്പ്, കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും ജീരകമൊക്കെ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് അരച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് ഇത് സൂപ്പറാകുക കേട്ടോ. അപ്പം അതും കൂടി. അപ്പം നമ്മളെ കറി അടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ തേങ്ങ അരച്ച് അതും കൂടി ഒന്ന് സെറ്റാക്കട്ടെ, എന്നിട്ടൊന്ന് കടുവറുക്കാം. പിന്നെ ഇപ്പം ഇതൊക്കെ ഇന്നത്തെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ മതി എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ കറി വെച്ചു, പിന്നെ മീൻ പൊരിച്ചണം, പിന്നെ പപ്പടവും പൊരിക്കണം. അത് രണ്ടും കൂടി ഉണ്ട് പരിപാടി. അപ്പോൾ ആദ്യം ഇതൊന്നും കടുവറുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. എന്നാൽ പിന്നെ ആ അടുപ്പിൽ നമുക്ക് പപ്പടം പൊരിച്ച എണ്ണ അയക്കന്നാണ്ട് ഇട്ട് കൊടുക്കാം മീൻ. അങ്ങനെയൊക്കെ തന്നെ ഞാൻ ചെയ്യൽ കേട്ടോ. മീൻ പപ്പടവും പൊരിക്കാനുള്ള ദിവസമാണ് ചെയ്യും മീൻ പൊരിക്കാൻ.
ആ എണ്ണ തന്നെയാണ് എടുക്കൽ. അപ്പം അങ്ങനെ ഇത് കടുക് വറുത്തു. ഇനി നമുക്ക് ആ അടുപ്പിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ദാ ഞാൻ പപ്പടം പൊരിച്ചാൻ ഈ ചട്ടി അഴുക്കൽ കേട്ടോ. ചട്ടി കുറച്ച് പയങ്ങിയതാണെങ്കിലും നല്ല സുഖമാണ്. ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എല്ലാ പരിപാടിക്കൊക്കെ ഞാൻ ഇത് തന്നെ എടുക്കൽ കേട്ടോ. എന്താ വെച്ചാൽ പപ്പടം പൊരിച്ചെങ്ങാണ്ട് പിന്നെ കുറച്ച് മീനൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ അയക്കനാണ്ട് ഇട്ട് കൊടുക്കലാണ്. ചെറിയ ചട്ടിയാണ്. കുട്ടിക്കൊരു പപ്പടമൊക്കെ വേണം. മീൻ പൊരിച്ചതൊന്നും അങ്ങനെ തിന്നൂല. പപ്പടം ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ ഇന്ന് തൂത്ത് തരാനൊക്കെ നമുക്ക് ആളുണ്ട് കേട്ടോ. കുട്ടി പറഞ്ഞു ഞാനാ തൂക്കണത്. ഇനി ശനി ഞായറും ദിവസമൊക്കെ ഒന്ന് തൂക്കണതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ തൂത്തും കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.